ഞാൻ MLA ആയതിനു ശേഷം ഒരു ഗ്രൂപ്പ് യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഒരു ഗ്രൂപ്പുമായിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നിട്ടില്ല. അതെനിക്കിപ്പോ പറയാനൊരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ജാതിമത സമവാക്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഏതെങ്കിലും സമുദായ സംഘടനകളോ സമുദായ നേതൃത്വമോ എനിക്ക് വേണ്ടി പറയില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നേതൃത്വമോ എനിക്ക് വേണ്ടി പറയില്ല. ഞാൻ അതിന്റെ അകത്ത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. പിന്നെ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മജ്ജയും മാംസവും ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്. പ്രയാസം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നേരെ ചൊവ്വേ ആവില്ലത് വർത്തമാനം പറയുന്നത്. പ്രയാസമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു പൊതുവായ കേരളീയ സമൂഹത്തിന്റെ ഒരു പ്രതികരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകൾ ഉണ്ടാവുമെന്നും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു. PM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ സങ്കടമൊക്കെ പോയി. കാരണം ഞാൻ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.